ഹൈ ഫ്രണ്ട്സ്, പലവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് NFT കോഴ്സ് നമുക്ക് എങ്ങനെ സെല് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് NFT ചെറിയൊരു സ്കില്ലുണ്ടെങ്കിൽ, അതായത് NFT എന്താണ്, അതുപോലെ തന്നെ NFTയിൽ നിന്ന് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്, എങ്ങനെ NFT ട്രേഡ് ചെയ്യാം, ഇതേപോലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു മിനി കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മിനി കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെ സെല് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു മിനി കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉടുമി ഉപയോഗിക്കാം. ഉടുമി എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലേൺ ചെയ്യാനും അതുപോലെ തന്നെ ടീച്ച് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഉടുമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഉടുമിയിൽ നിങ്ങളുടെ കോഴ്സ് സെല് ചെയ്യാൻ പറ്റും. ഉടുമിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ് ഉണ്ടായിരിക്കണം. അതിനകത്തായിരിക്കും അതിൻ്റെ മുകളിലുള്ള ആ ഒരു ലെങ്ത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇതിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. മാക്സിമം 30 മിനിറ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കോഴ്സിൻ്റെ ലെങ്ത്ത്. ഇങ്ങനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. മിനിമം തന്നെ എത്രയാണ്, 400 രൂപയാണ് ഒരു മിനിമം കോഴ്സിന് തന്നെ ചാർജ് വരുന്നത്. അതിൻ്റെ ഒരു 5% to 10% വരെയാണ് ഉടുമി ഫീസായിട്ട് എടുക്കുന്നത് നിങ്ങളിൽ നിന്ന്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഉടുമി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കോഴ്സ് അപ്ലോഡ് ചെയ്യാൻ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ആകെ നമ്മളിൽ നിന്ന് 10% ചാർജ് മാത്രമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കോഴ്സ് സെല്ല് ചെയ്ത ശേഷം വരുന്ന അമൗണ്ടിൽ നിന്ന് ചെറിയൊരു ശതമാനം ഉടുമി എടുക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഷെയർ സ്കില്ലാണ്. ഇതിൽ നമുക്ക് ഉടുമിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഷെയർ സ്കില്ലിൽ നമുക്ക് കോഴ്സ് സെല്ല് ചെയ്യുന്ന വഴിയല്ല കിട്ടുന്നത്. ഷെയർ സ്കില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സബ്സ്ക്രിപ്ഷൻ മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഉടുമിയിലാണെങ്കിൽ ഓരോ കോഴ്സും സെല്ല് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ ഷെയർ സ്കില്ലിൽ അങ്ങനെയല്ല, സബ്സ്ക്രിപ്ഷൻ ബേസിലുള്ള കോഴ്സാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മന്ത്ലി സബ്സ്ക്രൈബ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ഈ ഒരു ക്രിയേറ്റർക്ക് കൊടുക്കും. അതായത് നിങ്ങളുടെ കോഴ്സ് എത്ര ടൈമാണ് വാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് റവന്യൂ വരുന്നത്. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഒരു ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ടീച്ചബിൾ എന്ന് പറഞ്ഞുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ഹോസ്റ്റ് ചെയ്യാം. ഹോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കസ്റ്റമേഴ്സ് എവിടെ കിട്ടുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബ് വഴിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി അതെല്ലാം അങ്ങനെ ആഡ് വഴിയോ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് ഇത് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചബിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ കോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആഡ് വഴിയോ മറ്റേതെങ്കിലും മാർക്കറ്റിംഗ് വഴിയോ നിങ്ങൾക്ക് സെല് ചെയ്യാവുന്നതാണ്.